അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് മാങ്ങയും പച്ചച്ചെമ്മീനും വച്ചിട്ടുള്ളൊരു കറിയാണ്. ആദ്യം മാങ്ങ നീളത്തിലരിഞ്ഞത് ചീനച്ചട്ടിയിലിട്ട് കൊടുത്തിട്ട്, ഇത് ഞാൻ പകുതി വേവിച്ച ചെമ്മീനാണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയിട്ട് പകുതി വേവിച്ച് വെച്ച ചെമ്മീനും ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കണം. അരപ്പിലേക്ക് കുറച്ച് തേങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവയാണ് അരപ്പിനെടുക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കൊരു ചെറിയ കുറുകൽ കിട്ടാനാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്ത് വരുമ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങയും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അടുത്തത് നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഈ തേങ്ങയുടെ പച്ചച്ചോവയൊക്കെ മാറണ്ടേ, അതിന് വേണ്ടി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിനുള്ള താളിപ്പ് റെഡിയാക്കാം. താളിപ്പിന് ആവശ്യമുള്ളത് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുകിട്ട്, കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ചുവന്നുള്ളി, കറിവേപ്പില, ഇത്രയാണ് നമ്മൾ താളിക്കാനായിട്ട് ചേർക്കുന്നത്. ഇത്രയും താളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നല്ല അടിപൊളി കറിയാണ്. അത്യാവശ്യം പുളിയുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ താളിക്കാനുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ കറിക്കൊരു ചെറിയ കുറുകൽ കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.